നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതീയുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണ്യം ശ്രീചൈതന്യൈശ്വരം. പഞ്ചതത്വാത്മഹം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യ നമാമി ഭക്തശൈക്തികം. ആരാധ്യോ ഭഗവാൻ വൃജേശ്വര തനയസ്തത്താമ വൃന്ദാവനം രമ്യകച്ചിത് ഉപാസനാ വൃജവത് വൃഗേന കൽപ്പിതഃ. ശ്രീമദ് ഭാഗവതം പ്രമാണമമലം പ്രേമമുഹാർത്തോ മഹാൻ ശ്രീചൈതന്യ മഹാപ്രഭുമതമിതം തത്രാദരോനഃപരാ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുസ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഭാഗവതത്തിലെ ഏറ്റവും മനോഹരമായ 10ാമത്തെ സ്കന്ധത്തിലെ അതിമനോഹരമായ വേണുഗാനമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണുഗീതത്തിലെ 12 ശ്ലോകങ്ങൾ നമ്മൾ എടുത്തു. ഇന്ന് നമ്മൾ 13ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. ഗോപികമാര് മാന്റെ സൗഭാഗ്യത്തെക്കുറിച്ചും ആദ്യം വേണുവിന്റെ സൗഭാഗ്യത്തെക്കുറിച്ച് വർണ്ണിച്ചു. അത് കഴിഞ്ഞ് മാന്റെ വർണ്ണിച്ചു. അത് കഴിഞ്ഞ് ആകാശമാർഗത്തിൽ കൂടി വന്ന ദേവി ദേവതമാരുടെ സൗഭാഗ്യത്തിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം വർണ്ണിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ അവർ ചർച്ച ചെയ്യുന്നത് പശുക്കളെ കുറിച്ചാണ്. ഭഗവാന്റെ കണ്ണന്റെ പശുക്കളെ കുറിച്ചാണ്. അപ്പൊ അതായത് കണ്ണന്റെ വേണുഗീതത്തിൽ മതിമറന്നു നിൽക്കുന്ന ഗോക്കളെയും വായിൽ നിറയെ പാലും ഹൃദയം നിറഞ്ഞ കൃഷ്ണ പ്രേമവും നേത്രങ്ങളിൽ ധാരധാരയെ ഒഴുകുന്ന കണ്ണുനീരിനെ നിറഞ്ഞു നിൽക്കുന്ന പശുക്കളെയും അതിന്റെ കുട്ടികളെയും കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. നമുക്ക് 10ാമത്തെ സ്കന്ധത്തിലെ 21ാമത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതം കൈവശമുള്ളവർ എടുത്തു വെക്കുക. ഞാൻ ആദ്യം ശ്ലോകം വായിക്കാം, പിന്നെ നമുക്ക് ആ ശ്ലോകത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഗാവച്ച കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷും ഉത്തപിത കർണപുടൈ പിബന്ധ്യഃ ശാവാഹസ്മതസ്തനഭയ കവളാസ്മതസ്തു ഗോവിന്ദമാത്മനി ദൃശാസു കലാഹ പ്രശന്ധ്യഃ. ആദ്യം ശ്രീല പ്രഭുവാന്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. ഉയർത്തിപ്പിടിച്ച ചെവികളെ പാത്രമാക്കി പശുക്കൾ കൃഷ്ണന്റെ മുഖത്തുനിന്ന് ഒഴുകി വരുന്ന വേണുഗാനാമൃതത്തെ പാനം ചെയ്യുന്നു. പശുക്കുട്ടികളാക്കട്ടെ അമ്മമാരുടെ അകടിൽ നിന്ന് കുടിച്ച പാൽ വായിൽ നിറച്ചു വെച്ചുകൊണ്ട് ഇറക്കുന്നില്ല. കൃഷ്ണനെ കണ്ണുനീർ നിറഞ്ഞ മിഴികളാൽ ഉള്ളിലേക്കെടുത്തും ഹൃദയത്തിൽ അവനെ ആലിംഗനം ചെയ്തും അനങ്ങാതെ നിൽക്കുന്നു. അത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കിനി ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം ആരംഭിക്കുന്നത് ഗാവ ച. ഇപ്പൊ ഗാവ ച എന്നുള്ള ബഹുവചനമാണ്. ഗാവാഹ ച എന്ന് പറഞ്ഞാൽ ആൻഡ്, അതായത് പശുവും കുട്ടികളും. കുട്ടികളുടെ ഇവിടെ വന്നിട്ടില്ല, അതിന് 3ാമത്തെ ലൈനിലാണ് വരുന്നത്. അപ്പൊ ഗാവാച്ച എന്ന് പറയുമ്പോൾ ഗോക്കളും കുട്ടികളെ വന്നില്ല ഇതുവരെ. പശുക്കളുടെ വർണ്ണന പിന്നീടാണ് വരുന്നത്. അപ്പൊ എന്താണ് ഗോക്കൾ ചെയ്യുന്നത്? കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷ ഉത്തപിത കർണപുടൈ പിബന്ധ്യ. അവർ ചെയ്യുന്നത് പിബന്ധ്യ, കുടിക്കുന്നു. എന്താണ് കുടിക്കുന്നത്? പീയൂഷം, അമൃത്.
അവർ കുടിക്കുന്നത് അവരുടെ വായ് കൊണ്ടല്ല, പിന്നെയോ ഉത്തപിത കർണപുടൈ, ഉയർത്തിപ്പിടിച്ച കാത്. നോക്കാം, നാച്ചുറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പശുവിന്റെ കാതുകൾ താഴോട്ടാണ്, ഇത് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഉത്തപിത കർണപുടൈ എന്ന് പറഞ്ഞ പാത്രം, കർണപുടൈ എന്ന് പറഞ്ഞ ചെവികളാകുന്ന പാത്രം കൊണ്ടാണ് അവര് പീയൂഷ്, ഈ അമൃത്. ഏതമൃത്? നിർഗത വേണുഗീത, അത് ധാരധാരയായിട്ട് വരുന്ന ആ വേണുഗീതമാകുന്ന അമൃത് ഉയർത്തിപ്പിടിച്ച കാതുകളാകുന്ന പാത്രം കൊണ്ട് പിബന്ധ്യ, കുടിക്കുന്നു. ഈ വേണുഗീതം എവിടെ നിന്നാ വരുന്നത്? കൃഷ്ണമുഖ, ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്നാണ് വരുന്നത്. എന്നൊക്കെ ഭഗവാന്റെ മുഖാരവിന്ദത്തെ നമ്മൾ താമരയോട് ഉപയോഗിക്കാറുണ്ട് അല്ലെ? അരവിന്ദദലായതാക്ഷ അരവിന്ദം. ഭഗവാന്റെ എല്ലാ കൈകാലികളും ശരീരവും മുഖവും കണ്ണും എല്ലാം അരവിന്ദമായിട്ടാണ് ഉപയോഗിച്ചത്. നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കാൻ ഇവിടെ ഇല്ല ഈ ഭൗതിക ലോകത്തിൽ. അതുകൊണ്ട് നമ്മൾ താമരയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ താമരയുടെ മധ്യത്തിൽ എന്താണുള്ളത്? മധുവാണുള്ളത്, തേനാണുള്ളത്. അപ്പൊ ഭഗവാന്റെ മുഖാരവിന്ദം താമരയാണെങ്കിൽ ആ താമരയുടെ മധ്യഭാഗത്ത് ഭഗവാന്റെ അധരങ്ങളിൽ നിന്ന് വരുന്നത് ശബ്ദങ്ങളും അമൃത തുല്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗോപികമാര് പറയുന്നത്, താമരയോട് ഉപമിച്ചിട്ടാണ് പറയുന്നത്, ഭഗവാന്റെ മുഖാരവിന്ദങ്ങളിൽ നിന്നും ഒഴുകി ഒഴുകി വരുന്ന ആ വേണുഗീതമാകുന്ന അമൃത് ഉയർത്തിപ്പിടിച്ച കാതുകളാൽ ആ പശുക്കൾ ആ പീയൂഷത്തെ പിബന്ധ്യ കുടിക്കുന്നു. അപ്പം ഈ അമൃത് നിർഗമിക്കുമ്പോൾ ഗോക്കൾ എന്താ ചെയ്യുന്ന? പിബന്ധ്യ കുടിക്കുന്നു. അപ്പൊ അവരുടെ വായു കൊണ്ടല്ല. കാരണം എന്താ അവരുടെ വായു കൊണ്ട് കുടിക്കാത്ത കാര്യം? ഇത് ദ്രവരൂപത്തിലല്ല വരുന്നത്, ശബ്ദരൂപത്തിലാണ് ഈ അമൃത് വരുന്നത്. ഭഗവാന്റെ മുഖാരവിന്ദങ്ങളിൽ നിന്ന് വരുന്ന അമൃത്, വേണുഗീതത്തിന്റെ അമൃത്, അത് വരുന്നത് ദ്രവരൂപത്തിലല്ല, മറിച്ച് അത് ശബ്ദരൂപത്തിലാണ് വരുന്നത്. അപ്പൊ ശബ്ദരൂപത്തിൽ വരുന്നത് അവര് ചെവിയാകുന്ന പാത്രം കൊണ്ട്, കർണപുട, ചെവിയാകുന്ന പാത്രം കൊണ്ട്, അത് ഉത്തഭിത കർണപുട, ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ചെവികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ അമൃത് അവർ പാനം ചെയ്യാണ്. അപ്പൊ ഞാൻ പറയുന്നത്, സാധാരണ അവരുടെ ചെവികൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിലോട്ട് നോക്കി, അല്ലെ താഴോട്ട് നോക്കി, അല്ലെങ്കിൽ നേരെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ വേണുനാദങ്ങളുടെ ധ്വനി അവരുടെ കർണപുടങ്ങളിൽ എത്തുമ്പോൾ ആ അമൃത് ധാരയിലെ വരുന്ന ഇറ്റിറ്റ് വരുന്ന അമൃതധാരയില് ഒരു തുള്ളി, അതായത് ഭഗവാന്റെ ആ വേണുഗീതത്തിന്റെ ഒരു ശബ്ദം പോലും, ഒരു നോട്ട് പോലും, ഒരു നോട്ട് എന്ന് പറയാൻ NOT അല്ല, KNOT നോട്ട്, ഒരു ശബ്ദം പോലത്തിന്റെ ഒരു കണിക പോലും നഷ്ടപ്പെടാതിരിക്കാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ഈ കർണപുടങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. നോക്ക്, ഇത് കുറച്ച് പശുക്കൾ ഭഗവാന്റെ അടുത്താണ്, കുറെ പശുക്കൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പശുക്കളാണ്. എല്ലാ പശുക്കളും ഭഗവാന്റെ അടുത്തല്ല. കുറച്ച് പശുക്കൾക്ക് ഭഗവാനെ കാണാനുള്ള ഭാഗ്യമുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ദൂരെ നിൽക്കുന്ന പശുക്കൾക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഭഗവാന്റെ ആ ധാരധാര ഒഴുകി വരുന്ന വേണുഗാനം എന്ന അമൃത് അവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ കാതുകൾ ഉയർത്തി വെച്ചിട്ട് ആ കാതുകളാൽ ആ ശബ്ദത്തെ, ആ അമൃതിനെ ഒട്ടും പോലും പാഴാക്കാതെ മുഴുവൻ പാനം ചെയ്യാൻ എന്നതുപോലെ അവർ രണ്ട് ചെവികളും ഉയർത്തിപ്പിടിച്ചു വെച്ചിരിക്കുന്നു. അതാണ് ഗാവച്ച കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷ ഉത്തപിത കർണപുട പിബന്ധ്യഃ. അപ്പൊ ആദ്യത്തെ രണ്ട് വരി ഇതിനകത്ത് അങ്ങ് കവറായി. അപ്പൊ അതിന്റെ അർത്ഥം ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒരു ഗോപിക മറ്റു ഗോപികരോട് പറയുകയാണ്, നമുക്ക് ഇവിടെ നമ്മുടെ സന്ദർഭം നടക്കരുത്, ഗോപിമാര് തമ്മിലുള്ള ചർച്ചയാണ്. അപ്പൊ ഹേ സഹി, ഈ പശുക്കളുടെ സൗഭാഗ്യത്തെ കുറിച്ച് എന്ത് പറയാനാണ്? അവരുടെ സൗഭാഗ്യം ഒന്ന് നോക്കിക്കേ. അതായത് ഉയർത്തിപ്പിടിച്ച കാതുകളുടെ അവരുടെ കൃഷ്ണന്റെ വേണുഗാനം പാനം ചെയ്യുകയാണ്. അപ്പൊ എത്ര സൗഭാഗ്യം ചെയ്ത പശുക്കളാണത്. അവർ നമ്മളെപ്പോലെ തന്നെ. ഇവിടെ ഏറ്റവും മനോഹരമായ വാക്ക് പിബന്ധ്യ എന്നാണ്. പാനം ശൃണ്വന്തി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, കേൾക്കുക, ചെവി കൂടെയല്ലേ പിബന്ധ്യ. ഇപ്പൊ ഉയർത്തിപ്പിടിച്ച കാതുകളിലൂടെ പാനം ചെയ്യുന്നത് വേണുവാണെങ്കിൽ ശ്രവണം, ശൃണ്വന്തി എന്നോ എല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഗോപികയോട് പിബന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് കാതുകളിലൂടെയാണ് പാനം ചെയ്യുന്നത്. എന്താണ് പാനം ചെയ്യുന്നത്? പീയൂഷം, അമൃത്, വേണുഗാനമാകുന്ന പീയൂഷം, വേണുഗാനമാകുന്ന അമൃതാണ്. എവിടെ നിന്നാണ് ഈ വേണുഗാനം വരുന്നത്? താമരപ്പൂവിന്റെ മധ്യത്തിൽ നിന്നും. അതായത് കൃഷ്ണമുഖാരബിന്ദമാകുന്ന താമരപ്പൂവിന്റെ മധ്യത്തിൽ നിന്നും ധാരധാരിയായി ഒഴുകുന്ന അമൃത്. ഏതാമൃത്? വേണുഗാനമാകുന്ന അമൃത് അല്ലെ? അത് ഇപ്പൊ കൃഷ്ണന്റെ മുഖാരബിന്ദമാണ് താമരപ്പൂവ്. പിന്നീട് വരുന്ന വാക്കാണ് ശാവാഹ. ശാവ എന്ന് പറഞ്ഞാൽ വത്സ. ഒരുപാട് വത്സന്മാരുണ്ട്, ഒരുപാട് പശു കുട്ടികളുണ്ട്, അതുകൊണ്ടാണ് ശാവാഹ എന്നുള്ള വാക്ക് വന്നത്. അപ്പൊ ഇവിടെ ഗാവാച്ച ഷാവ എന്ന് വരണം. ഞാൻ നേരത്തെ പറഞ്ഞു സംസ്കൃതത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എഴുതും, പ്രാസോപ്പിക്കാൻ വേണ്ടിയും വേറെ കാരണം കൊണ്ട്. അങ്ങനെ പിന്നെ ഈ ഗ്രാമറിന്റെ അതെന്താ പറയുന്നൊക്കെ
നമ്മൾ എന്താ പറയത്തില്ലേ, സംസ്കൃതത്തിൽ എന്താ സംസ്കൃതത്തിൽ നമ്മള് ഗ്രാമറിൽ ഓരോ ഗണോ ഏതാണ്ടൊക്കെ പറയാൻ എനിക്കറിയില്ല, അതൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. പക്ഷെ അർത്ഥം അർത്ഥം സമൃദ്ധത്തിൽ അങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗാവാച്ച ശാവ എന്നാണ് പറയുന്നത്. എന്നാൽ സംസ്കൃതത്തിൽ വ്യാകരണം, പ്രാസവും വ്യാകരണവും ഒക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതും. അതേ ഉള്ളൂ കാരണം. അപ്പൊ ഇവിടെ ചാ ചേർത്തുകൊണ്ട് നമുക്ക് മനസ്സിലാകും പശുക്കൾ എന്ത് ചെയ്യുന്നു, അതായത് ഗാവാച്ച പിന്നെ പശുവും, അത് കഴിഞ്ഞ് ഈ കുട്ടികളുടെ താഴെയാണ് എഴുതിക്കുന്നതെങ്കിലും, അതായത് ശാപ എന്നുള്ള വാക്ക് താഴെ, ഇവിടെ എന്താ ഗാവാച്ച കൃഷ്ണ മുഖ നിർഗത പീയൂഷം, അതായത് എന്ത് പശുക്കൾ ചെയ്യുന്നു, പശുക്കളും കുട്ടികളും എന്നാണ് പറയുന്നത്. കുട്ടികൾ താഴെ വന്നിട്ടുണ്ട്, ഗാവയുടെ കൂടെ ചാ ചേർത്തിട്ടുണ്ടെങ്കിൽ പശുക്കൾ എന്ത് ചെയ്യുന്നു അത് തന്നെ കുട്ടികളും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പശുക്കളും കുട്ടികളും എന്താണ് ചെയ്യുന്നത്, കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷം അല്ലെ, അത് ഉത്തപിത കർണപൂടെ പിബന്തി. അപ്പൊ പശുക്കൾ മാത്രമല്ല പശുക്കുട്ടികളും ചാ വന്നതുകൊണ്ട് അവരും എന്ത് പശുക്കൾ ചെയ്യുന്നു അത് തന്നെ അവരും ഫോളോ ചെയ്യുകയാണ്. അപ്പൊ പശുക്കുട്ടികളും വേണുഗീതം പാനം ചെയ്യണം. മാത്രമല്ല ഈ പശുക്കുട്ടികൾ വേറെയും ചെയ്യുന്നുണ്ട്. എന്തുവാണ്, സ്നുത സ്തനപയ കവളാഹ. സ്നുത എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത്, സ്തനപയ അതായത് ഈ പശുക്കളുടെ അകടിൽ നിന്നും ധാരധാരയായി പാൽ ഒഴുകുകയാണ്. ആ പാല് അവർ കവിളിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. പശുക്കുട്ടികളോടുള്ള സ്നേഹതീക്കത്തിലെ സ്ഥലം തെരഞ്ഞൊഴുകുന്ന പാൽ മാത്രമല്ല, കൃഷ്ണനെ കണ്ടിട്ട്, അതായത് ഇവർ കൃഷ്ണന്റെ വേണുഗീതം കേട്ട പശുക്കളായാലും ശരി, കുറെ പശുക്കൾ പിന്നെ പശുക്കളെ കാണുന്നുണ്ട്, കൃഷ്ണനെ കാണുന്നുണ്ട്. ആ കൃഷ്ണനോടുള്ള പ്രേമം കൊണ്ടും അവരുടെ സ്ഥലങ്ങളിൽ നിന്നും പാൽ ധാരധാരയെ ഒഴുകുകയാണ്. ഈ പാൽ സ്നുത സ്തനപയ കവള. അപ്പൊ സ്തനപയ കവള എന്ന് പറയാൻ വായ് നിറച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ കവിളെന്ന് പറയത്തില്ല, ശബ്ദം കവളാഹ, അത് നിറച്ചു വെച്ചിട്ട് സ്മതസ്തു, സ്മ എന്ന് പറഞ്ഞ അതിശയിക്കുക. അപ്പൊ നമ്മൾ ഇത് 11ാമത്തെ ശ്ലോകത്തിൽ ഒന്നാണ് ധന്യാസ്മ മൂഢഗതയാന്ന് പറഞ്ഞിട്ട് മാനിനെ കുറിച്ച് സ്മ എന്ന് പറഞ്ഞാൽ അതിശയിച്ച് നിൽക്കുകയാണ്. അതായത് പശുക്കുട്ടികള് ഈ കൃഷ്ണന്റെ രൂപം കണ്ടിട്ടാകാം, കൃഷ്ണന്റെ വേണുഗീതത്തിന്റെ ശബ്ദം കേട്ടിട്ടാകാം, സ്മ തസ്ത അവിടെ തന്നെ അത് സ്തംഭിച്ചു നിൽക്കുകയാണ് അതിശയം കൊണ്ട്. തസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ചലനമില്ലാതെ ചലനമറ്റ പോലെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ രണ്ട് വർണ്ണനയാണ് നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്. ഒന്ന്, കൃഷ്ണന്റെ വേണുനാഥം കേട്ടിട്ടാകാം, അല്ലെ കൃഷ്ണനെ കണ്ടിട്ടാകാം പശുക്കൾ സ്തംഭിച്ചിരിക്കുന്നു. ട്രാൻസ്ലേഷനിൽ ശ്രീല പ്രഭുപാദ് പറയുന്നത്, കുടിച്ച വായിൽ വെച്ച് വെച്ചിട്ട് കൃഷ്ണനെ കണ്ണി നിറഞ്ഞ മിഴികളെ ഉള്ളിലേക്കെടുത്ത് ഹൃദയത്തിൽ അവനെ ആലിംഗനം ചെയ്ത് അനങ്ങാതെ നിൽക്കുന്നു. അപ്പം കൃഷ്ണനെ കണ്ടിട്ട് നിൽക്കുന്ന പശുക്കളുമുണ്ട്, കൃഷ്ണന്റെ വേണുനാഥം കേട്ടിട്ട് നിൽക്കുന്ന പശുക്കളുമുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെയുള്ള കുട്ടികൾ, വായി നിറച്ചും പാലാന്ന് പറയുമ്പോൾ അത് പശുക്കളുടെ അടുത്ത് നിൽക്കുകയാണ്. നമുക്ക് ഈ കുട്ടികള് പിന്നീട് വർണ്ണന വരുന്നുണ്ട്, ഒരുപാട് പ്രായമായ കുട്ടികളല്ല, ആഴ്ചകളോ ഏതാനും ദിവസങ്ങളൊക്കെ ആയിട്ടുള്ള കുട്ടികളാണ്. അതാണ് കൂടെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം കുട്ടികളെ സെപ്പറേറ്റും പശുക്കളെ സെപ്പറേറ്റും ആയിട്ടായിരുന്നു മേയ്ക്കാൻ കൊണ്ടുപോകുന്നത്. ഇത് വെറും ഇപ്പൊ പ്രസവിച്ചിട്ട് 2, 3, 5, 6 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയായ പശുക്കുട്ടികളാണ്. ഇത് അമ്മയുടെ കൂടെ തന്നെയാണ്. അപ്പൊ ഏത് പശുക്കൾ കൃഷ്ണനെ കാണുന്നോ, കൃഷ്ണ സൗന്ദര്യത്തെ കാണുന്നോ, ആ പശുക്കുട്ടികളും അത് കാണുന്നുണ്ട്. ഏത് പശുക്കൾ കൃഷ്ണന്റെ വേണുഗീതമാകുന്ന അമൃത പാനം ചെയ്തിട്ട് ഉയർത്തിപ്പിടിച്ച് ചെവികളാൽ പാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ കൂടെയുള്ള പശുക്കുട്ടികളും അതുപോലെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ പശുക്കുട്ടികൾ വിസ്മയിച്ച് നിൽക്കുകയാണ്. ഒന്നുകിൽ വിസ്മയിച്ച് നിൽക്കുന്നു, അല്ലെ കൃഷ്ണന്റെ ആകുന്ന ആ വേണുഗാനം കേട്ടിട്ട് നിൽക്കുന്നു. പിന്നീട് ഒരർത്ഥം പറയുന്നത്, ഈ പശുക്കിടകളുടെ ഈ നിൽപ്പ് കണ്ടിട്ട് ഗോപികമാരും അവരും അതിശയിച്ച് നിൽക്കുകയാണ്. 2 കാരണങ്ങളാണ്. ഒന്ന്, ആ പശുക്കളുടെ അകടിയും ധാരധാരയായി പാലൊഴുകുന്നു. 2, അത് ഉയർത്തിപ്പിടിച്ച കർണപുട ഉയർത്തിപ്പിടിച്ച, അതായത് ഒരു പാത്രത്തിൽ എപ്രകാരം നമ്മൾ പാത്രത്തിലോട്ട് ഒരു ദ്രവരൂപത്തിലുള്ള സാധനം സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു, അതേപോലെ ഒഴുകി വരുന്ന ഭഗവാന്റെ വേണുഗാനത്തെ സ്വീകരിക്കാൻ വേണ്ടി ചെവി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ഗോപികമാർക്ക് അതിശയം. അതാണ് എന്നൊരർത്ഥം, അങ്ങനെയും പറയാം. അത് മാത്രമല്ല, നമുക്കറിയാം പശു കുട്ടികൾ ഒരിക്കലും അടങ്ങി നിൽക്കത്തില്ല. അതെപ്പോഴും ചാടി ഓടി ആ ഒരു ആഴ്ച സമയത്ത് നമുക്കറിയാം, ആദ്യം പശുക്കിടങ്ങൾ അടങ്ങി നിൽക്കത്തില്ല.
മോറോവർ അത് എപ്പോഴെങ്കിലും പാല് കുടിക്കുകയാണെങ്കിൽ എന്തെല്ലാം ഡിസ്റ്റർബൻസ് ഉണ്ടായാലും ശരി, എന്തെല്ലാം ശബ്ദങ്ങൾ കേട്ടാലും അത് നോക്കത്തില്ല. അത് നമ്മൾ പശുക്കുട്ടിയെ അകിടിയിൽ നിന്ന് പിടിച്ച് വലിച്ചാണ് മാറ്റുന്നത് കറക്കാനായിട്ട്. അത് വരില്ല. എന്തെല്ലാം ശബ്ദം കേട്ടാലും എന്തെല്ലാം ഡിസ്റ്റർബൻസ് ഉണ്ടായാലും അത് നോക്കില്ല. പക്ഷെ ഇവിടെ അത് മാത്രമല്ല, കുടിച്ച പാല് വായി നിറഞ്ഞിരിക്കാൻ അത് ഇറക്കാൻ അത് മറന്നുപോയി. അത് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട്, അതായത് ഈ പശു ചെവി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു വിസ്മയം, രണ്ട് പശു കിടാവ് അനങ്ങാതെ നിൽക്കുന്നു. അതായത് പിന്നെ മാതാജിമാരൊന്നും പിണങ്ങരുത്, ഒരു ജോക്ക് പറയാനാണ്. പണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അവിടെ നാട്ടില് ഈ ഓണത്തിന് കോമ്പറ്റീഷൻ, ഈ ക്ലബുകളൊക്കെ ഓരോ കളി വെച്ചപ്പം ഒരു കോമ്പറ്റീഷൻ വെച്ചു. കള്ളം പറയണം, ഏറ്റവും നല്ല കള്ളം പറയുന്നവന് ഫസ്റ്റ് പ്രൈസ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അപ്പൊ അതിന്റെ സംഭവം നടക്കുന്ന 70കളിലാണ്, 74, 75, 76 കാലഘട്ടങ്ങളാണ്, സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ അവിടെ ഏതോ ക്ലബ് നടത്തിയ പരിപാടിയിലായിരുന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു 1908 അപ്പൊ ഇത്ര വർഷം പഴയ, 70 വർഷം പഴക്കം. ഈ പറയുന്ന ആള് 15 വയസ്സുള്ള ഒരു പയ്യൻ. 1908 ഞാൻ ആഫ്രിക്കയിൽ പോയപ്പം ആഫ്രിക്കൻ വനാന്തരത്തിലൂടെ പോയ സമയം എന്നെ കടിക്കാൻ, തിന്നാനായിട്ട് വായും പൊളിച്ചിങ്ങോട്ട് പോകും. ഒരു നിമിഷം ഞാൻ പതറിപ്പോയതിനു ശേഷം ഞാൻ എൻ്റെ കോൺഷ്യസ് വീണ്ടെടുത്തിട്ട് ആ വായും പൊളിച്ചൊന്ന് സിംഹത്തിന്റെ വായിലോട്ട് ഞാൻ കൈയിട്ട് കൈ അപ്പുറത്ത് ചെന്നു, മലദ്വാരത്തിലുള്ള അപ്പുറത്ത് ചെന്നിട്ട് അതിന്റെ വാലെ പിടിച്ച് ഒറ്റ വലി. അപ്പൊ സിംഹം ഉൾട്ടയായി നേരെ മൊത്തം തിരിഞ്ഞുപോയി. ഞാൻ കറക്കി ഒരു ഏറ് കൊടുത്തു. ഭയങ്കര കയ്യടിയായിരുന്നു, എല്ലാം പോയി. അത് കഴിഞ്ഞ് അടുത്ത പയ്യൻ വന്നു. ഈ അടുത്ത സമയത്ത് ഞാൻ ട്രെയിനിൽ സഞ്ചരിക്കേണ്ടി വന്നു. സഞ്ചരിക്കുന്ന എൻ്റെ കമ്പാർട്ട്മെന്റിൽ ഒരു 10-15 ചേച്ചിമാർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എറണാകുളത്തുനിന്ന് കയറി തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന വരെ ഇവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല. ഈ ആദ്യം സിംഹത്തിന്റെ കഥ പറഞ്ഞ ആളിന് 2ാം സമ്മാനവും ഈ ചേച്ചിമാര് മിണ്ടാതിരുന്ന് പോയി എന്ന് പറഞ്ഞ പയ്യൻ, അതും 10-15-16 വയസ്സുള്ള പറഞ്ഞാല് ഫസ്റ്റും കൊടുത്തു. അപ്പൊ ആൾക്കാർ ചോദിച്ചു ജഡ്ജസിനോട്, അതെന്താ വെച്ചാൽ പറഞ്ഞു, സിംഹത്തിനെ വേണമെങ്കിൽ ഒന്ന് വലിച്ചെടുത്ത് ചിലപ്പോൾ തിരിഞ്ഞു പോന്നിരിക്കാം, പക്ഷെ ഈ 18-15 ചേച്ചിമാര് എറണാകുളത്ത് ദിനം വരെ ഒരു കമ്പാർട്ട്മെന്റിൽ മിണ്ടാതിരുന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വിഷമമാണെന്ന് പറഞ്ഞു. അതേപോലെ പശു ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെവി പൊത്തിപ്പിടിച്ച് ശബ്ദം ശ്രദ്ധിച്ചിരിക്കാം, പക്ഷെ പശു കുട്ടികൾ അനങ്ങാതെ നിൽക്കുക, ചലിക്കാതെ നിൽക്കുക, അതും വായിൽ നിറഞ്ഞ പാല് കുടിക്കാൻ മറന്നുപോയി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിസ്മയമാണ്. അത് നമുക്ക് വിസ്മയപരമാണ്, അത് വിശ്വസിക്കാൻ വിഷമമാണ്. കാര്യം പശുക്കുട്ടികൾ ഒരിക്കലും അങ്ങനെ നിൽക്കില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന സ്മ എന്ന് പറഞ്ഞത്. അപ്പം ഈ ഗോപികമാര് പറയുന്ന ഈ 2 കാരണങ്ങളാണ് ഈ സ്മ എന്നുള്ളത്. ആചാര്യന്മാര് പറഞ്ഞ അതുമാകാം, 2 പശുക്കള് അതിശയിച്ച് വിസ്മയിച്ച് നിൽക്കുന്നു, ഭഗവാന്റെ വേണുനാഥം കേട്ടിട്ടും ഭഗവാന്റെ സൗന്ദര്യം കേട്ടിട്ടും. അപ്പൊ ഇവിടെ തസ്തു എന്ന പ്രയോഗം വളരെ മഹത്വപൂർവ്വമാണ്. തസ്തു എന്നാൽ എന്താ, ഒരു നിശ്ചലമായ അവസ്ഥ, ചലനം നഷ്ടപ്പെട്ട അവസ്ഥ. ചലനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒരു പശുവിനെ കാണണമെങ്കിൽ, ഒരു പശുക്കുട്ടിയെ കാണണമെങ്കിൽ എന്ത് വേണം? ഒരു ക്യാൻവാസിലെ പെയിന്റിംഗ് ആയിരിക്കണം. ഒരു ക്യാൻവാസിലെ പെയിന്റിംഗ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ നിശ്ചലമായിട്ട് പശു കിടാവും. പശു ഒരു പക്ഷെ നിന്നേക്കാം, പശു എന്നാലും വാലാട്ടിക്കൊണ്ട് അങ്ങനെ നിൽക്കത്തുള്ളൂ പശു. അപ്പൊ ഇവിടെ എന്താണ് പറയുന്ന ആചാര്യന്മാര് പറയുന്നത്, അത് ഇമ വെട്ടാതെ ഈ പശുക്കളുടെ വായിലാണെങ്കിൽ പുല്ല് നിറഞ്ഞിരിക്കുകയാണ്. ആ പുല്ല് ചവയ്ക്കാതെ, പുല്ല് ഇറക്കാതെ, പുല്ല് തുപ്പാതെ പശുക്കളും പശുക്കുട്ടികള് വായിൽ നിറഞ്ഞിരിക്കുന്ന പാല് കുടിക്കുന്നില്ല, തുപ്പുന്നില്ല, അനങ്ങുന്നില്ല, ചലിക്കാതെ നിൽക്കുന്നത്. ഇതൊരു പെയിന്റിങ്ങിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ അവര് പറയുന്നത്, ഒരു ക്യാൻവാസില്, അത് വൃന്ദാവനമാകുന്ന ക്യാൻവാസിൽ പ്രേമമാകുന്ന ചിത്രം ഈ ഗോപികമാർ അത് വരച്ചിരിക്കുകയാണ്. വൃന്ദാവനമാകുന്ന ക്യാൻവാസില് പ്രേമം കൊണ്ടുള്ള ചിത്രം, അനങ്ങാതെ പശുവും പശുക്കിടാവും നിൽക്കുന്നു. അതാണ് ഈ ഗോപികമാർ വർണ്ണിക്കുന്നത്. അപ്പൊ അതായത് വൃന്ദാവന ക്യാൻവാസിൽ പ്രേമാവുന്ന നിശ്ചല ദൃശ്യം, അവർ കണ്ണുകൾ ഇടപെട്ടാതെ കൃഷ്ണസൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കർണങ്ങളാൽ ഭഗവാന്റെ വേണുനാഥം പാനം ചെയ്തപ്പോൾ അവരെല്ലാം മറന്നുപോയി. പശുക്കൾ മറന്നുപോയി, ഈ പുല്ലെന്റെ വായിൽ എങ്ങനെ വന്നു, അത് ഞാൻ എന്ത് ചെയ്യണം എന്ന് മറന്നുപോയി. പശുക്കിടാക്കൾ മറന്നുപോയി, എൻ്റെ ഈ വായിലിരിക്കുന്ന പാല് ഞാൻ തുപ്പണമെന്ന് ഇറക്കണമെന്ന് മറന്നുപോയി. നിശ്ചലമായ അവസ്ഥയായിപ്പോയി. അത്ര മനോഹരമായിരുന്നു ഭഗവാന്റെ വേണുഗാനവും ഭഗവാന്റെ സൗന്ദര്യവും. അതാണ് കവളാസ്മ തസ്തു, വായി നിറഞ്ഞിരിക്കുന്ന പാല് വായി നിറച്ചുകൊണ്ട് ആ കൊച്ചു കിടാങ്ങള്, അവർ ഇന്ന് വരെ ഇതുപോലത്തെ ശബ്ദം കേട്ടില്ല. കാര്യം ജനിച്ചിട്ട് ഒരാഴ്ചയേ ഉള്ളൂ.
ആദ്യമായിട്ട് ഇത്ര സൗന്ദര്യം കാണുന്നത്, ഇത്ര മനോഹരമായ വേണുനാദം കേൾക്കുന്നത്. അതായത് ഇവിടെ ആദ്യത്തെ വരിയില് അവസാനത്തെ വരിയിൽ നാലാമത്തെ വരി തുടങ്ങുന്നത് ഗോവിന്ദമാത്മനി ദൃശാശ്രു കലാസ്പൃശന്ത്യ. ഗോവിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോക്കൾക്ക് ആനന്ദം പകരുന്നവൻ. അപ്പൊ ഇവിടെ സാധാരണ നമ്മൾ ഈ വേണുഗീതത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നന്ദനന്ദന കൃഷ്ണ ഗോവിന്ദ എന്നുള്ള വാക്ക് ഇവിടെ വളരെ ആപ്റ്റാണ്. കാരണം ഇവിടെ പശുക്കളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഗോപിക്കന്മാർ ഗോവിന്ദ എന്നുള്ളത്, കഴിഞ്ഞ ശ്ലോകത്തിൽ നന്ദനന്ദ കൃഷ്ണ, അതിനു മുമ്പ് നന്ദനന്ദന എന്നുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചത്. ഇവിടെ ഗോവിന്ദ എന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്ര ആപ്റ്റാണ്. പറയുന്നത് ഗോക്കളെ, ഇവിടുത്തെ കേന്ദ്രബിന്ദു ഗോക്കളാണ്. അതുകൊണ്ട് ഇവിടെ ഗോവിന്ദ എന്ന് പറഞ്ഞു. ഭഗവാന് പേര് കിട്ടിയത് എങ്ങനെയാണ്? ഗോവിന്ദ എന്നുള്ള ഗോപാലൻ എന്നുള്ള പേര് കിട്ടിയത് ആർക്കറിയാവുന്ന പറഞ്ഞ എളുപ്പം. ഭഗവാനെ ഗോവിന്ദ അല്ലെങ്കിൽ ഗോപാലൻ എന്നുള്ള പേര് ആദ്യം വിളിച്ചതാരാണ്? ഹരേ കൃഷ്ണ, ആർക്കറിയാവുന്നേ? അടുത്തു വന്നു, ബ്രഹ്മാവല്ല, അടുത്തു വന്നു, കുറച്ചുകൂടെ അടുത്ത് വന്നു. പ്രഭു മറ്റേ ഗോവർദ്ധനം പൊട്ടിക്കഴിഞ്ഞ സമയത്ത് സുരഭിയും മാതയൊക്കെ വന്നപ്പോഴല്ലേ പ്രഭു? തന്ത്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഗൗതമീയ തന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ദ്രന് അബദ്ധം പറ്റിയെന്ന് ഇന്ദ്രന് മനസ്സിലായി. അപ്പൊ ഇന്ദ്രൻ ഓടിച്ചെന്ന് ബ്രഹ്മാവിന്റെ അടുക്ക ചെന്നു. ഇപ്പൊ ബ്രഹ്മാവിനോട് ചോദിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എന്റെ കസേരയും പോയി എല്ലാം പോവും, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയും. ഇപ്പൊ ബ്രഹ്മാവ് പറയും, ഒരു രക്ഷയില്ല, എനിക്കൊന്നും ഞാൻ വരത്തില്ല, ഒരു കാര്യം ചെയ്യ്, സുരഭിയെ വിളിച്ചോണ്ട് പോകും. സുരഭിയെ ഭഗവാൻ ഭയങ്കര ഇഷ്ടമാണ്. സുരഭിയെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യവും തണുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സുരഭിയെ മുൻനിർത്തിയിട്ട് വൃന്ദാവനത്തിൽ വരും. സുരഭിയുടെ പുറയിൽ മറഞ്ഞാ നിൽക്കുന്ന ഇന്ദ്രൻ. അപ്പൊ സുരഭി ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയിൽ അതിൽ വിശദമായിട്ട് ഭാഗത്ത് വന്നിട്ടില്ല, ഗൗതമീയ തന്ത്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഗോപാല ഗോവിന്ദ, അങ്ങ് ഗോക്കൾക്ക് ആനന്ദം വരുന്ന എന്നിട്ട് ഈ സുരഭി തന്റെ പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതും ഒക്കെ അതിനകത്ത് വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഭഗവാനെ ആദ്യമായിട്ട് ഗോവിന്ദ ഗോപാല എന്ന് വിളിക്കുന്നത്. സുരഭിയാണ് ഇന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് ഇന്ദ്രന് ഭഗവാൻ ക്ഷമിക്കുന്നത്. തന്നെയല്ല, ഇന്ദ്രൻ ചെയ്ത അപരാധം ഭഗവാൻ ആസ്വദിച്ചു. കാരണം 7 പകലും 7 രാത്രി, ബ്രഹ്മാവിന്റെ തെറ്റും ഇന്ദ്രന്റെ തെറ്റൂടെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വലിയ തെറ്റ് ചെയ്തത് ഇന്ദ്രനാണ്. കാരണം ഇന്ദ്രൻ വൃന്ദാവനവാസികളെ ഇല്ലാതാക്കാനും വൃന്ദാവനത്തെ ഇല്ലാതാക്കാനുമാണ് ശ്രമിച്ചത്. ബ്രഹ്മാവ് അതല്ല ചോദിച്ചത്. ബ്രഹ്മാവ് ചെയ്തത് ഭഗവാന്റെ ലീലകൾ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഭഗവാന്റെ പശുക്കളെയും ഗോപന്മാരെയും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തില്ല. കുറച്ചു നേരത്തേക്ക് അത് നിമിഷ നേരത്തേക്ക് മാറ്റി വെച്ചതേ ഉള്ളൂ. പക്ഷെ ഭഗവാന് ദേഷ്യം കൂടുതൽ ബ്രഹ്മാവിനോടായിരുന്നു. കാരണം ബ്രഹ്മാവ് ഭഗവാന്റെ ഭക്തരെ ഭഗവാനിൽ നിന്നും അകറ്റി. അതേസമയം ഇന്ദ്രൻ ഭഗവാന്റെ ഭക്തരെ ഭഗവാനോട് അടുപ്പിച്ചു. 7 പകലും 7 രാത്രിക്കും ഭഗവാന് ഗോപന്മാരെയും ഗോപികമാരെയും യശോദമ്മയെയും നന്ദഗോപരെയും തന്റെ സഖാമാരെയും പശുക്കളെയും സകല അതിനകത്തുള്ള ജീവികളും ഒന്നിച്ചടുത്ത് ഒരേ സമയം കിട്ടി. അത് എല്ലാ രസവും ഭഗവാൻ ആസ്വദിക്കാനുള്ള അവസരം കിട്ടി. അപ്പം ഗോവിന്ദമാത്മനി ദൃശ അശ്രുകലാസ്പൃശന്ത്യ. ഗോവിന്ദം എന്ന് പറയുമ്പോൾ കൃഷ്ണ. അപ്പൊ ഇവിടെ ഗോക്കൾക്ക് ആനന്ദം പകരുന്നവൻ, അതാണ് ആ ശ്ലോകം വന്നത്. ഗോവിന്ദമാത്മനി, ആത്മനി എന്ന് പറഞ്ഞാൽ മനസ്സ് അല്ലെങ്കിൽ ഹൃദയത്തിൽ, അല്ലെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ. എന്താണ് അവർ ഹൃദയത്തിൽ മനസ്സിൽ ചെയ്യുന്നത്? സ്പൃശന്ത്യ, സ്പർശിക്കുന്നു. അതായത് ഏത് സമയം ഭഗവാന്റെ വേണുനാഥ ഇവർ കേട്ടോ, ദൂരെ നിൽക്കുന്ന പശുക്കൾ ആ കർണപുടങ്ങൾ ഉയർത്തി വെച്ച് അത് കേൾക്കുമ്പോൾ അവർ കണ്ണുകൾ അടച്ചിട്ട് അവരുടെ ഹൃദയത്തിലോട്ട് ആ ശബ്ദധ്വനി, അമൃതാകുന്ന ശബ്ദധ്വനി അവർ ഹൃദയത്തിലോട്ട് സ്വീകരിച്ചിട്ട് ഭഗവാന്റെ സുന്ദര രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അവർ മനസ്സിൽ ഹൃദയത്തിൽ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ നക്കുന്നതായിട്ടും ഭഗവാൻ അവരെ വന്ന് ആലിംഗനം ചെയ്യുന്നതായിട്ടും അവർ ഇമാജിൻ ചെയ്യുകയാണ്. അതാണ് അവർ മതിമറന്ന് നിന്നുപോയത്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ആ 4-ാമത്തെ വരിയിൽ പറയുന്നത് ഗോവിന്ദമാത്മനി ദൃശ അശ്രുകല. അത് ഏത് സമയത്ത് അവരുടെ ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം അവർ കണ്ടോ,
ഭഗവാനെ അവർ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ നക്കുന്നതായിട്ട് ഈ ഗോക്കൾ കണ്ടോ, ഭഗവാൻ വന്ന് അവരെ ആലിംഗനം ചെയ്യുന്നതായിട്ട് അവർ കണ്ടോ, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കണ്ണുകൾ നിറഞ്ഞു. അതാണ് അശ്രുകല സ്പൃശന്ത്യ. സ്പൃശന്ത്യ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുന്നവരായിട്ട്. ആര്? അവര് സ്പർശിക്കുന്നവരായിട്ട്. അവർ ഭഗവാനെ സ്പർശിക്കുന്നത് എങ്ങനെയാണ്? കൈയെടുത്ത് സ്പർശിക്കത്തില്ലല്ലോ. ഭഗവാനെ നക്കുക, ഭഗവാന്റെ പാതാരബന്ധങ്ങൾ നക്കുക. അപ്പോഴും ഭഗവാൻ ആലിംഗനം ചെയ്യുന്നു, ഇവിടെ ചൊറിയുന്നു, ഭഗവാൻ ഉമ്മ വെക്കുന്നു, അവരുടെ ചെവിയിൽ വർത്താനം പറയുന്നു. അതൊക്കെ അവരിങ്ങനെ സ്വപ്നം. അന്നത്തെ ദിവസം അവര് ഭഗവാനിൽ ദൂരെയായിപ്പോയി. അടുത്തുള്ളവര് ഭഗവാനെ സ്പർശിക്കുന്നു, അവരെ നക്കുന്നു, അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് കൊച്ചു കുട്ടികളായ ഇപ്പോൾ ജനിച്ച കിടാങ്ങളും അവരുടെയും കണ്ണുകൾ നിറയുന്നു. അപ്പം ദേ ആർ മെഡിറ്റേറ്റിംഗ് കൃഷ്ണാസ് ടച്ചിങ്. അതായത് അവർ മെഡിറ്റേറ്റ് ചെയ്യാണ്, അവർ ഇമാജിൻ ചെയ്യാണ് കൃഷ്ണൻ വന്ന് തങ്ങളെ സ്പർശിക്കുന്നതായിട്ട്. അതായത് കൃഷ്ണന്റെ പാതാരബിന്ദങ്ങൾ ലോട്ടസ് ഫീറ്റിൽ സ്പർശിക്കുന്നതായിട്ട് അവർ സ്വപ്നം കാണുന്നു. അവർ ഇമാജിൻ ചെയ്യാണ് ഇതെല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് വർണ്ണനയാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ വർണ്ണന എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ കൂടി കഴിയാത്ത തരത്തിലുള്ള വർണ്ണനയാണ്. അപ്പോൾ ഭഗവാൻ വൃന്ദാവനത്തിലെ ലതകളെയും പൂക്കളെയും മരങ്ങളെയും സഖാമാരെയും പീക്കോക്കിനെയൊക്കെ സ്പർശിക്കുന്നവർ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇന്ന് നമ്മളെയും ഒന്ന് ആലിംഗനം ചെയ്യുകയാണെന്ന് അവർ അങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്, മെഡിറ്റേറ്റ് ചെയ്യുകയാണ്, ധ്യാനിക്കുകയാണ് കണ്ണുകൾ അടച്ചിട്ട് ഈ പശുക്കൾ. അപ്പൊ അങ്ങനെ ധ്യാനിക്കാൻ, ഭഗവാനെ ധ്യാനിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് ഗോപികമാര് പറയുന്നത് ഈ പശുക്കളുടെ ഭാഗ്യം ഒന്ന് നോക്കിക്കേ, എത്ര പുണ്യം ചെയ്ത പശുക്കളാണ്. മൃഗയോനിയിലായിട്ട് അവർക്ക് കൃഷ്ണനെ സ്മരിക്കാൻ കഴിയുന്നു, കൃഷ്ണനെ ഹൃദയം കൊണ്ട് സ്പർശിക്കാൻ കഴിയുന്നു, കൃഷ്ണന്റെ വേണുഗീതം കേൾക്കാൻ കഴിയുന്നു, കൃഷ്ണന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നു. ഇത്രയും സൗഭാഗ്യം മനുഷ്യർക്ക് പോലും കിട്ടുന്നില്ല, വൃന്ദാവനത്തിലെ പശുക്കൾക്ക് കിട്ടും. അപ്പൊ അവർ ആലിംഗനം ചെയ്യുന്നതായിട്ടും അവർ നക്കുന്നതായിട്ടും ഒരു സ്വപ്നം കണ്ടു. രണ്ടു വാക്കുകൂടി ആ ലൈനിലുണ്ട്. ദൃശ അശ്രു കലഹ. ദൃശ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, അത് കൃഷ്ണന്റെ സുന്ദര മനോഹര രൂപം കണ്ട മാത്രയിൽ ഈ പശുക്കൾ അവരുടെ ഹൃദയത്തിൽ, അതായത് അടുത്ത് നിൽക്കുന്ന പശുക്കള് കണ്ടിട്ട് ദൂരെ നിൽക്കുന്ന കൃഷ്ണൻ ഇമാജിൻ ചെയ്യുകയാണ്. കാരണം നേരത്തെ അവർ കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. രാവിലെ അവർ കൃഷ്ണനെ കൊണ്ടുവന്നു, അവരെ എന്നും കൊണ്ടുവന്നു. ആരുടെയാണ് ആ സ്പീക്കർ അങ്ങ് ഓഫ് ചെയ്യേ, മ്യൂട്ട് ചെയ്യേ. ആരാ? സീതാദേവി മാതാജി. ഓക്കെ. അപ്പൊ അവര് കൃഷ്ണനെ ഇമാജിൻ ചെയ്യുകയാണ്, ദൂരെ നിൽക്കുന്ന പശുക്കള്. അടുത്ത് നിൽക്കുന്ന പശുക്കളെ അവർ ഭഗവാനെ കാണുന്നുണ്ട്. അത് ഏത് സമയത്ത് ഭഗവാന്റെ രൂപം അവരുടെ ഹൃദയത്തെ അവർ സ്ഥാപിച്ചോ അവരറിയാതെ അവരുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവരുടെ നേത്രങ്ങൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ഇതാണ് ഈ വാക്കുകളുടെയും വരികളുടെ അർത്ഥം. അപ്പൊ ഇത്രയും നമ്മുടെ ആചാര്യന്മാർ ഇനിയും നമ്മുടെ ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിച്ചിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ വരിൽ ആചാര്യന്മാർ പറയുന്നത് പശുക്കുട്ടികൾ വായിൽ നിറഞ്ഞ പാലായിരുന്നു, അതുപോലെ പശുക്കളുടെ വായിൽ നിറയെ മാർദ്ദമുള്ള പുല്ലുകളുമായിരുന്നു. പശുക്കളുടെ വായിൽ പുല്ലുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ അവർ ചവച്ച് ഇറക്കും. കുട്ടികളുടെ വായിൽ പാല് കുട്ടിയാൽ തന്നെ ഉടൻ തന്നെ അവർ കുടിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ അവർക്ക് അത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അവർ മറന്നുപോയി. അവർ തന്നെ ചിന്തിക്കുകയാണ്, ഈ പുല്ല് ഞാൻ തിന്നാനാണോ തുപ്പാനാണോ? പശുക്കിടങ്ങൾ വിചാരിക്കുന്നത്, ഇത് നമ്മുടെ ആചാര്യന്മാർ പറയുന്നതാണ്, പശുക്കിടങ്ങൾ വിചാരിക്കുന്നത് ഈ പാല് എനിക്ക് കുടിക്കണോ തുപ്പണോ? കാരണം അവര് ആ കൃഷ്ണാവബോധത്തിന്റെ പരം കാഷ്ടയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് പരിസര ബോധം നഷ്ടപ്പെട്ടു, സ്വബോധം നഷ്ടപ്പെട്ടു, അഷ്ടവികാരങ്ങൾ അവരിൽ പ്രകടമായി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതായിപ്പോയി. അത് അവരുടെ കണ്ണുനീരിന്ന് ധാരധാര ഒഴുകുന്ന കണ്ണുനീർ എന്തിനാണെന്ന് പോലും അവർക്കറിയില്ല. അതാണ് കൃഷ്ണന്റെ മെസ്മറൈസ് എന്ന് പറയുന്നത്. അവരുടെ വായിൽ മുഴുവൻ നിറഞ്ഞ് മാർദ്ദമുള്ള പുല്ലുകളാണ്. സാധാരണ പശുക്കൾ അവർ പെട്ടെന്ന് നിന്നിട്ട് പിന്നാണ് അയവിറക്കിയെടുക്കുക. ഇതെല്ലാം മറന്നു അവര്. കൃഷ്ണന്റെ സൗന്ദര്യത്തിൽ, കൃഷ്ണന്റെ വേണുഗാനത്തിന്റെ ആ മാധുര്യത്തിൽ അവർ എല്ലാം മറന്നു. സമയത്ത് കൃഷ്ണന്റെ സുന്ദരരൂപം അവരുടെ കണ്ണുകളാൽ പാനം ചെയ്യപ്പെട്ടോ, വേണുനാഥത്തിന്റെ അമൃത് കണ്ണുകളാൽ പാനം ചെയ്യപ്പെട്ടോ, വായിൽ നിറഞ്ഞിരിക്കുന്ന പാലും പുല്ലും എന്ത് ചെയ്യാനുള്ളതാണെന്ന് അവർ മറന്നുപോയി. അവർക്ക് തുപ്പണമോ ഇറക്കണമോ എന്ന് അറിയാതായിപ്പോയി, പരിസരബോധം നഷ്ടപ്പെട്ടു. അപ്പൊ കൃഷ്ണന്റെ സൗന്ദര്യത്തിന്റെ മാസ്മൃതിയിൽ, വേണുഗാനത്തിന്റെ ധ്വനിയിൽ വായിൽ നിറയ്ക്കുന്ന പുല്ല് എന്തിനാണെന്ന് പോലും അവർക്ക് അറിയുന്നില്ല. അമ്മ പശുക്കൾ മറന്നുപോയി, ഇത് തുറക്കണോ, ഇത് ഇറക്കണോ, തുപ്പണോ, എന്ത് ചെയ്യണം തരത്തില്ല. കുട്ടികളോ
പാലിന്റെ അതുപോലെ തന്നെ. അപ്പൊ അത് തന്നെയായിരുന്നു കുട്ടികളുടെ അവസ്ഥ. വായിൽ നിറയ്ക്കുന്ന പാൽ എന്ത് ചെയ്യണം എന്ന് ആർക്കറിയില്ല. അവരുടെ സ്വബോധം നഷ്ടപ്പെട്ടു. ഇപ്പൊ വായി നിറയെ പുല്ലും പാലും ആയിരുന്നെങ്കിൽ കൃഷ്ണദേവം അവരുടെ വായില് പുല്ലുണ്ട്, പാലുണ്ട്. നേത്രങ്ങളിലോ കൃഷ്ണപ്രേമത്തിന്റെ കണ്ണുനീര്, ഉള്ളിലോ കൃഷ്ണരൂപത്തിന്റെ ആ കൃഷ്ണരൂപത്തിന്റെ ആ സൗരഭ്യം, ഇതെല്ലാമാണ്. അപ്പൊ അവരുടെ കാതുകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുക. എന്താണ് ചെവി ഉയർത്തിപ്പിടിക്കാൻ കാരണം? ഉത്കണ്ഠ. എന്തിനാണ് അവർക്ക് ഉത്കണ്ഠ? അത് നമ്മുടെ ഈ ആചാര്യന്മാർ പറഞ്ഞ, മറ്റേ ഞാൻ ട്രാൻസ്ലേഷൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതായത് ഇവരുടെ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വേണുഗാനത്തിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ലെക്ചറൊക്കെ കേൾക്കുമ്പോൾ ഇടയ്ക്ക് ഫോൺ വരുമോ, ആരെങ്കിലും പറയുമോ, എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമത്തില്ല, ഇതങ്ങ് നഷ്ടപ്പെട്ടു, പിന്നെ എങ്ങനെ കേൾക്കാൻ പറ്റുമോ, പിന്നെ അറിയാൻ പറ്റുമോ എന്നുള്ളത്. അതിനേക്കാളൊക്കെ 1000 ഇരട്ടി, നമ്മൾക്ക് പിന്നെ ആ ബോധമില്ല, 1000 ഇരട്ടി ഈ പശുക്കൾ വിചാരിക്കുന്ന ഈ വേണുഗാനം വരുന്ന എന്തെങ്കിലും തടസ്സം വന്ന് കേൾക്കാൻ പറ്റിയില്ലെങ്കിലോ, ഇനി കുട്ടികളൊന്ന് കരയുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ തടസ്സം വന്നാലോ, ആ ഒരു ഉത്കണ്ഠയോട് അവരത് മുഴുവൻ ശ്രദ്ധ. അതുകൊണ്ടാണ് വായിരിക്കുന്ന പുല്ലിനെ കുറിച്ച് മറന്നുപോയത്. കാരണം അവരുടെ മുഴുവൻ ശ്രദ്ധ ഇവിടെയാണ്, ആ വരുന്ന ആ നോട്ട്സിലാണ്, ആ വരുന്ന ധ്വനിയിലാണ്. എന്തെങ്കിലും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് അത് വെറും ശബ്ദധ്വനിയല്ല, അത് അമൃത തുള്ളികളാണ് വരുന്നത്. പീയൂഷം, അമൃത തുള്ളികളാണ് വരുന്നത്. അതിൽ ഒരു തുള്ളി പോലും നഷ്ടപ്പെട്ടതെന്ന് ഈ പശുക്കൾക്ക് വളരെയധികം കണിശമായിട്ട് നിൽക്കുകയായിരുന്നു. ആ ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ അത് ആ പാത്രം ചെവിയാകുന്ന കർണപുടയ്ക്ക്, ആ ചെവിയാകുന്ന പാത്രം അത് സ്വീകരിക്കാൻ വേണ്ടി ഉത്കണ്ഠയോടുകൂടി അവർ ചലിക്കുന്ന പോലും ഇല്ല. ഈ ചലിക്കുമ്പോഴെങ്ങാണോ അത് നഷ്ടപ്പെട്ടാലോ, ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ സ്വീകരിക്കാൻ വേണ്ടി അവർ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഒരു പാത്രം പോലെ അവർ ചെവി ഉയർത്തിപ്പിടിച്ചത്. അപ്പൊ ഇപ്രകാരം അവരുടെ വായിൽ നിറയെ പുല്ലും ഹൃദയം നിറയെ കൃഷ്ണപ്രേമവും നേത്രങ്ങളിൽ കണ്ണുനീരും. വായിൽ പുല്ലാണ്, നേത്രങ്ങളിൽ കണ്ണുനീരാണ്, ഹൃദയത്തിൽ കൃഷ്ണപ്രേമമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല ആ അമൃത് അവർ പാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര മനോഹരമായ ഭാഗവത വർണ്ണനയാണ്. നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്, ഈ ഭൗതിക ലോകത്തില് ആർക്കെങ്കിലും ഭൗതികമായ ആനന്ദം അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അത് എന്ത് ആഗ്രഹമായിക്കോട്ടെ, ഭൗതികമായ ആഗ്രഹം അനുഭവിക്കണമെങ്കിൽ അവർ ശ്രീമദ് ഭാഗവതം വായിക്കാൻ പാടില്ല. കാരണം ശ്രീമദ് ഭാഗവതം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഭൗതികമായ ആഗ്രഹങ്ങളെല്ലാം തുച്ഛമായി പോകും. ആരാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട്, വൃന്ദാവനത്തിൽ പോകരുത്, വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ കാമ്യവനത്തിൽ പോകരുത്, കാമ്യവനത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ ത്രിഭംഗ രൂപം കാണരുത്, കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തോന്നത്തില്ല. അതേപോലെയാണ് ഏതൊരു വ്യക്തിക്ക് ഭൗതികമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ബാക്കിയുണ്ടോ, അവർ ശ്രീമദ് ഭാഗവതം വായിക്കാൻ പാടില്ല. വായിച്ചാൽ തീർന്നു, പിന്നെ തിരിച്ച് ആ ഭൗതികമായ ആഗ്രഹത്തിലോട്ട് പോകാൻ പാടില്ല. അപ്പൊ ഏതൊരു വ്യക്തിക്ക് ഭൗതികമായ ആഗ്രഹങ്ങളുണ്ടോ അവരത് നടത്തിക്കണം. ശ്രീമദ് ഭാഗവതം കൈകൊണ്ട് തുടരുത്. ശ്രീമദ് ഭാഗവം, കാരണം എന്താണ്, ഭാഗവതം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിലെ ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശ്വരമാണ്, ക്ഷണഭങ്കുരമാണ്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ശാശ്വതമായ ആനന്ദത്തിന്റെ പ്രവേശന കവാടമാണ്. നമ്മൾ ആ പ്രവേശന കവാടത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം തീരുമ്പോൾ നമ്മൾ ആ കവാടത്തിന് അപ്പുറം എത്തും. 10 സ്കന്ധം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ, പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ആ കവാടത്തിന് അപ്പുറത്തെത്തും, ശാശ്വതമായ ആനന്ദത്തിലെത്തും. അപ്പൊ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ശാശ്വത ആനന്ദത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ഭൗതികമായ ക്ഷണഭങ്കുരമായ ആനന്ദം ആഗ്രഹിക്കുന്നവർ ഈ കവാടത്തിൽ കയറാൻ പാടില്ല. കാര്യം കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ തോന്നത്തില്ല, പിന്നെ ഇതിന്റെ അപ്പുറത്ത് പോകും. അപ്പൊ നിങ്ങളുടെ ഭൗതികമായ ആഗ്രഹങ്ങളും നശിച്ചു പോകും. അപ്പൊ ഇവിടെ അവരുടെ വായിൽ നിറഞ്ഞിരിക്കുന്ന പുല്ലും നേത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കണ്ണുനീരും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാതുകളും ഗോപികന്മാർക്ക് കാണാൻ പറ്റും. ഗോപികമാർ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന കൃഷ്ണപ്രേമത്തെ അവർക്ക് എങ്ങനെ കാണാൻ പറ്റുന്നത്? ഗോപികമാർ ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് പുല്ല് അവർക്ക് കാണാൻ പറ്റും, അല്ലെ? വായിൽ പുല്ലിരിക്കുന്നു, വായിൽ പാലിക്കുന്നത് കാണാൻ പറ്റും, കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്, അതായത് ഹൃദയത്തിൽ കൃഷ്ണപ്രേമം ഗോപികമാരെങ്ങനെ കണ്ടു? നമ്മുടെ ആചാര്യന്മാർ വളരെ മനോഹരമായിട്ടാണ് പറയുന്നത്. അതായത് അവര് പറയുന്നത്, ഈ പശുക്കളുടെ അകിടിൽ നിന്നും ഈ വേണുഗാനത്തിന് ശേഷമാണ് അകിടിൽ നിന്നും പാൽ ഒഴുകാൻ തുടങ്ങിയത്.
അപ്പൊ വേണുഗാനത്തിന് ശേഷം സാധാരണ പശുക്കുട്ടികൾ അടുത്ത് ചെന്നപ്പോഴാണ് ആ പ്രേമം കൊണ്ട് അവരുടെ അകിട് ഒഴുകുന്നത്. അപ്പൊ ഏത് സമയത്ത് വേണുഗാനം വന്നോ തൊട്ടടുത്ത് പശുക്കുട്ടികളില്ലായിരുന്നു. പശുക്കുട്ടികൾ എപ്പോഴാണ് വരുന്നത്? പാൽ ഒഴുകുന്ന കണ്ടപ്പോഴാണ് അവർ വന്നത്. അവരടുത്ത് നിന്ന് ചെറിയ പുല്ലുകളൊക്കെ പറിച്ചു നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ കളിക്കുകയായിരുന്നു, എന്തെങ്കിലും ചെയ്യുമായിരുന്നു. അപ്പൊ ഈ പശുക്കൾ കൃഷ്ണനെ കണ്ടപ്പോൾ, അല്ലെ കൃഷ്ണന്റെ വേണുനാഥം കേട്ടപ്പോൾ, എയ്തർ വൺ, ഏതെങ്കിലും ഒന്ന്, അവരുടെ ഉള്ളിൽ കൃഷ്ണപ്രേമം ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞു കുട്ടികളെ കാണുമ്പോൾ പ്രേമാധിക്യത്തിലാണ് അമ്മയുടെ അകടിൽ പാല് വരുന്നത്. അതേപോലെ ഇവിടെ കൃഷ്ണപ്രേമം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ അവരുടെ അകടിൽ നിന്നും ഓട്ടോമാറ്റിക്കലി പാല് വരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഈ ഗോപികമാർക്ക് മനസ്സിലായി ഇവരുടെ ഹൃദയത്തിൽ കൃഷ്ണപ്രേമം നിറഞ്ഞു. ഒന്നുകിൽ ആ വേണുഗീതം കേട്ടിട്ട്, അല്ലെങ്കിൽ ഓർത്തിട്ട്, അല്ലെങ്കിൽ രണ്ടുമാകാം. അപ്പൊ അതുകൊണ്ടാണ് ആചാര്യന്മാർ ആ കൺക്ലൂഷനിൽ എത്തിയത്. ഗോപികമാർക്ക് മനസ്സിലായി ഇവരുടെയൊക്കെ ഉള്ളില് കൃഷ്ണപ്രേമം നിറഞ്ഞിരിക്കുകയാണെന്ന്. പിന്നെ ഈ കൊച്ചു കുട്ടികളെ നോക്കിയിട്ടല്ല, കൃഷ്ണനെ നോക്കിയിട്ടാണ് അവരിൽ പ്രേമം വന്നതും ഈ പാല് വന്നതും. അതായത് ഭഗവാന്റെ ലീലകള് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് വില്വാലം ഠാക്കൂർ അതിന് 2-3 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ബ്രാഹ്മണന്മാരെ യജ്ഞം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൃഷ്ണബലരാമൻ നേരിട്ട് അവിടെ പോയിട്ട് അവരോട് എന്തുകൊണ്ട് ചോദിച്ചില്ല? ആഹാരം വേണമായിരുന്നു, ഗോപന്മാരെ പറഞ്ഞയച്ചു. കൃഷ്ണൻ ബലരാമൻ നേരിട്ട് എന്തുകൊണ്ട് പോയില്ല? അവർക്ക് പറയുന്നത്, വില്വാലം ഠാക്കൂർ പറയുന്നത്, കൃഷ്ണനെ കുറിച്ചുള്ള ഗുരു, അതായത് ഏത് യജ്ഞം നടക്കുമ്പോഴും ഉച്ചരിക്കുന്ന മന്ത്രം എല്ലാവരെയും നാരായണനെ കുറിച്ചാണ്. നാരായണായത് സമർപ്പയാമി, ഇതെന്തായാലും ശരി. അപ്പൊ സ്വന്തം കാതുകളിൽ സ്വന്തം ഗ്ലോറിഫിക്കേഷൻ കേൾക്കാൻ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവിടെ അങ്ങോട്ട് പോയില്ല. ആലോചിച്ച് നോക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് വില്വാലം ഠാക്കൂറിന്റെ വിശേഷണമാണ്. അപ്പം ഭഗവാൻ ബ്രാഹ്മണര് യജ്ഞം ചെയ്തപ്പോൾ അവിടെ പോകാതെ ഗോപന്മാരെ അയച്ചു. നമുക്കറിയാം, പിന്നെ വിപ്രപത്നിമാരാണ് പ്രസാദം കൊടുത്തതൊക്കെ. ഭഗവാൻ നേരിട്ട് പോയായിരുന്നെങ്കിൽ ആ ഗ്ലോറിഫിക്കേഷൻ ഭഗവാൻ കേൾക്കാൻ ആഗ്രഹിച്ചില്ല. അതുപോലെ തന്നെ ഭഗവാന് ഒരു ലജ്ജ തോന്നി, എന്നെ കുറിച്ച് പറയുന്നത് എനിക്ക് കേൾക്കണ്ട എന്നുള്ളത്. അതായത് ആയിരക്കണക്കിന് സംവത്സരങ്ങൾ യോഗിമാര് ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ദർശനം കൊടുക്കും ഉള്ളില്, പക്ഷെ ഒരു വാക്ക് സംസാരിക്കത്തില്ല. കാരണം ആ ദർശനം പരമാത്മാ രൂപത്തിലാകാം, പരബ്രഹ്മ രൂപത്തിലാകാം. അവരാണ് അത് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസാരിക്കത്തില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ്സിരുന്നാലും ശരി, അവരുടെ ഉള്ളിൽ ഭഗവാൻ ദർശനം കൊടുക്കും, പക്ഷെ സംസാരിക്കത്തില്ല. അതേസമയം ഒരു പശുക്കിടാവും മാ എന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, രാത്രിയിലാണെങ്കിലും ശരി, ഉറക്കത്തിലാണെങ്കിലും ശരി, ഓടിപ്പോയിട്ട് അതിനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കും, എന്താ നീ കരയുന്നത്? നിനക്ക് വിശക്കുന്നോ? നിനക്ക് വെള്ളം വേണോ? നിന്റെ കുട്ടിയെ കണ്ടില്ലയോ? നിന്റെ കഴുത്തിൽ കയറ് മുറുകയോ? എന്ത് വിരോധാഭാസമാണ്! ഒരു പശുവിന്റെ ഒരു ശബ്ദത്തിൽ ഭഗവാൻ ചെന്ന് അതുമായിട്ട് സംസാരിക്കും. 100 കണക്കിന് വർഷം തപസ് ചെയ്യുന്ന യോഗിമാരുടെ ഹൃദയത്തിൽ ദർശനം കൊടുക്കും, പക്ഷെ സംസാരിക്കില്ല. കൃഷ്ണലീലയുടെ മഹത്വം നമുക്ക് മനസ്സിലാകത്തില്ല. ആയിരക്കണക്കിന് പിന്നെ ഭക്തന്മാര് പറയുന്നതാണ്, ഐ ആം യുവർ സർവന്റ്, മേ ആപ്ക ദാസു. ഞാൻ ഭഗവാന്റെ ദാസനാണ്. ആ ഭഗവാൻ ചെന്ന് വൃന്ദാവനത്തിൽ മുതിർന്ന ഗോപികമാരുടെ അടുക്ക ചെന്നിട്ട് അവര് ചാണകം ചുമന്നുകൊണ്ടൊക്കെ വരികയാണ്. അവിടെ നോക്കാം, മാജി മേ ആപ്ക ദാസും, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? മാതാ ഗോപികമാരോട്, യശോദമ്മയുടെ പ്രായമുള്ള ഗോപികമാരുടെ അടുക്ക ചെന്ന് ചോദിക്കും, ഞാൻ അമ്മയുടെ ദാസനാണ്, ഞാൻ എന്ത് സഹായം ചെയ്യണം? ഇവിടെ 100 കണക്കിന് ആയിരക്കണക്കിന് ഭക്തന്മാര് എന്നും പറയുന്ന എന്താണ്? ഐ ആം യുവർ സർവന്റ്, ഞാൻ അങ്ങയുടെ ദാസാണ്. ദാസല്ല, ദാസാനുദാസാനുദാസ് എന്നാ പറയുന്നത്. ദാസ് എന്ന് പറയാനുള്ള ഹിമ്മത്ത് ആർക്കും ഇല്ല, ധൈര്യമില്ല. ഐ ആം യുവർ എറ്റേണൽ സർവന്റ് എന്നൊക്കെ പറയും, പക്ഷെ നമ്മുടെ മൂഡ് എന്താണ്? ദാസാനുദാസാനുദാസ്. ആ കൃഷ്ണൻ ഗോപിമാരുടെ എന്ന് പറയുന്നത് ദാസാനുദാസാനുദാസ്. ഭഗവാന്റെ ലീലകൾ ആർക്കും മനസ്സിലായില്ല. ധ്രുവ മഹാരാജ് തപസ് ചെയ്യാൻ പോയത് ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ബ്രഹ്മാവിനേക്കാൾ വലിയ ലോകം വേണം, എൻ്റെ അച്ഛനേക്കാൾ വലിയ ലോകം വേണം. ധ്രുവ മഹാരാജന് ഒരു നക്ഷത്രം, ധ്രുവ നക്ഷത്രം തന്നെ കൊടുത്തു. അത് പ്രളയത്തെ നശിക്കത്തുമില്ല.
അല്ലെ? പ്രഹ്ലാദ് മഹാരാജന് ഭൗതികമായി യാതൊരു ആഗ്രഹങ്ങളും ഇല്ലായിരുന്നു, അദ്ദേഹത്തിനൊന്നും കൊടുത്തില്ലല്ലോ. അതാണ് ഭഗവാൻ പറഞ്ഞത്, ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വത തെക്വാദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർജുനം. ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, എന്റെ ജന്മവും കർമ്മവും തത്വത, ആരാണ് തത്വപരമായിട്ട് മനസ്സിലാക്കുന്നത് അവർക്ക് പിന്നെ ഈ ഭൗതിക ലോകത്തിൽ തിരിച്ചു വരേണ്ടത്. കാരണം അത് മനസ്സിലാക്കാൻ ഇത്ര എളുപ്പമല്ല ഭഗവാന്റെ ലീലകൾ. എന്തിനാണ് ഭഗവാൻ ഓടക്കുല്ല് വായിക്കുന്നത്? ഭഗവാന്റെ ഇഷ്ടം. എന്തുകൊണ്ടാണ് ഭഗവാൻ പശുവിനെ സ്നേഹിക്കുന്നത്? ഭഗവാന്റെ ഇഷ്ടം. ഇതൊക്കെ വളരെ മനസ്സിലാക്കാൻ, വൃന്ദാവനത്തിലെ ലീലകൾ മനസ്സിലാക്കാൻ പറ്റില്ല ആർക്കും പറ്റില്ല. ആചാര്യന്മാർ പോലും പറയുന്നതാണ്, നമുക്ക് മനസ്സിലാകില്ല. കാരണം അതായത് ആധ്യാത്മ ലോകത്തിലെ ലീലകളാണ് ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ കാണിക്കുന്നത്. നമുക്കൊക്കെ അത് ആചാര്യന്മാരുടെ അതുപോലെ തന്നെ ഗോപികമാര്, ഈ ഗോപിക ഗീതം വരുമ്പോൾ അറിയാം, ഭഗവാനെ വിളിച്ച് വഞ്ചക എന്നൊക്കെ വിളിക്കുന്നു, രണ്ടിടത്ത് കണ്ട് വിളിക്കുന്നുണ്ട് വഞ്ചക എന്ന്. എന്നാലോചിക്ക്, ഈശ്വര സങ്കല്പത്തിൽ അങ്ങനെ ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ ഭഗവാനെ വഞ്ചക എന്ന് വിളിക്കുന്നത്? പറ്റില്ല. അത് ഔട്ട് ഓഫ് ലവ് ആണ്, അവരുടെ പ്രേമത്തിന്റെ ആ പരം കാഷ്ടൽ അവർ വിളിക്കുന്നതാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ എപ്പോഴും എന്താണെന്നറിയോ, ഭഗവാന്റെ ലീലകളെ മാനുഷിക ലീലകളായിട്ട് കമ്പയർ ചെയ്യും. നമുക്കതാണ് പ്രശ്നം. ഭഗവാൻ ഗോവർദ്ധനം ഉയർത്തി, നമ്മൾ വിചാരിക്കും നമുക്ക് ഉയർത്താൻ പറ്റത്തില്ലെങ്കിൽ എങ്ങനെയാ പറ്റുന്നത്? ഭഗവാൻ ഉയർത്താൻ പറ്റും. അപ്പൊ നമ്മളെ ചിന്തകൾ അത്രമാത്രമേ ഉള്ളൂ. അപ്പൊ അതായത് ഇന്ന് നമ്മളുടെ ഞാൻ ഒരു ഉദാഹരണം പറയാതെ, 99% അമ്മമാരും മക്കളെ ആരാക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഡോക്ടർ, എഞ്ചിനീയർ, അല്ലെങ്കിൽ കുറെ ചാർട്ടേഡ് അക്കൗണ്ട്, അങ്ങനെ എന്തെങ്കിലും ആക്കണം. എത്ര ശതമാനം ആൾക്കാർ വിചാരിക്കുന്നുണ്ട് എന്റെ മക്കളെ IAS IPS ആക്കണം? അതിനേക്കാൾ റെസ്പെക്റ്റബിൾ ജോബാണ് അത്, IAS IPS. എന്തുകൊണ്ടത്? കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഡോക്ടർ എഞ്ചിനീയർ ആയിരുന്നു, എന്റെ ബന്ധത്തിലുള്ളവരെല്ലാം ഡോക്ടർ എഞ്ചിനീയർ ആയിരുന്നു. കൂടുതൽ എഞ്ചിനീയർ, ഡോക്ടറും കുറവ്. എന്റെ വീടിന്റെ അടുത്തുള്ളവർ അതാണ്. ഞാൻ എന്റെ കുടുംബത്തിലോ എന്റെ ബന്ധത്തിലോ എന്റെ തൊട്ടടുത്ത IPS IAS ഓഫീസർ വളർന്ന് പഠിച്ചു ആകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ മാനസിക ചിന്ത അവിടം വരെ എത്തുന്നുള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ? അതേപോലെ നമ്മൾ ഭഗവാന്റെ ദിവ്യ ലീലകൾ വർണ്ണിക്കുമ്പം നമ്മൾ ഭഗവാൻ എങ്ങനെ കടലിൽ സേതുബന്ധനം ചെയ്തത്, അതെങ്ങനെ പറ്റുന്നത്, നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ചിന്തകൾ. അതുകൊണ്ട് തന്നെ വൃന്ദാവനത്തിലെ ലീലകൾ മനസ്സിലാക്കാൻ എളുപ്പമല്ല, ഉൾക്കൊള്ളാൻ എളുപ്പമല്ല. അതിനെന്താ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, അതെങ്ങനെ പറ്റുന്നത്, ഇതെങ്ങനെയാ പറ്റുന്നത്? കൃഷ്ണ 16,000 തൊട്ട് വിവാഹം കഴിച്ചങ്ങനെ, ഇവിടെ ഒരെണ്ണത്തിന് നേരെ ചൊവ്വ നോക്കാൻ പറ്റുന്നില്ല. നമ്മളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ ആരെങ്കിലും ചോദിക്കാൻ അവർക്ക് കൊടുക്കേണ്ട മറുപടി, നമ്മൾ ഏതൊരു ചർച്ച ചെയ്യുമ്പോഴും, അതായത് 2 എഞ്ചിനീയർമാർ ചർച്ച ചെയ്യട്ടെ, 2 ഡോക്ടർമാർ ചർച്ച ചെയ്യട്ടെ, 2 വക്കീലന്മാർ ചർച്ച ചെയ്യട്ടെ, അതൊരു അടിസ്ഥാന എന്തായിട്ടൊരു ആധാരം കാണും. കോടതിയിൽ 2 വക്കീലന്മാർ വായിക്കണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് ആധാരമായിരിക്കും. 2 ഡോക്ടർമാർ സംസാരിക്കുന്ന വൈദിക ശാസ്ത്രങ്ങൾ, ഗ്രന്ഥങ്ങൾ അതിന്റെ അടിസ്ഥാനമായിരിക്കും. 2 എഞ്ചിനീയർമാർ സംസാരിക്കണം, അവരെ പഠിപ്പിച്ച പുസ്തകങ്ങളായിരിക്കും അതിന് ആധാരം. അപ്പൊ ആധ്യാത്മിക കാര്യങ്ങളിലെ തുലനം ചെയ്യണമെങ്കിൽ സംസാരിക്കാൻ അതിന് അടിസ്ഥാനം എന്താണ്? ഭാഗവതം അല്ലെങ്കിൽ ഗീത. അപ്പൊ അതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു അത് അതേപടി വിശ്വസിക്കുക, അതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ ആചാര്യന്മാർ എന്ത് പറഞ്ഞിരിക്കുന്നു, ആധ്യാത്മിക ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, അതാണ് ഏറ്റവും ഉത്തമം. ഇവിടെ ഈ ശ്ലോകത്തില് ഗോപികമാര് പശുവിന്റെ കൂടെ പശുക്കുട്ടികളെ വർണ്ണനം കൂടെ നടത്തി നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്, പശുക്കളെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും പറയായിരിക്കും, ഈ പശുക്കളെ എന്നും കൊണ്ടുപോകുന്നു, മേയിക്കുന്നു, അതുകൊണ്ട് അവർക്ക് ആ വ്യക്തിയോടൊരു സ്നേഹം വരാം. നമ്മുടെ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പൂപ്പനൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ പശു തലയിട്ട് കുലിക്കൊണ്ട് എന്നുമ്മ കൊടുക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അത് വരാം. അതിനകത്ത് വലിയ അതിശയം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാലോ? കാലച്ചെന്ന് നക്കുന്നു, അതൊക്കെ സാധാരണ പശുക്കൾ ചെയ്യുന്നുണ്ട് ഒരുപാട്. നമ്മുടെ ഈ വാടയില് ഇഷ്ടംപോലെ പശുക്കളുണ്ടല്ലോ, വാട അറിയാമല്ലോ, എക്കോ വില്ലേജ്. പരംപൂജ രാധാകൃഷ്ണൻ വരുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ പശുക്കളുടെ ബോഡിയിൽ ദൂരെ നിന്ന് വരും. അത് തലയെടുത്ത് അദ്ദേഹത്തിന് തോളെ വെക്കും, പുള്ളി ഇങ്ങനെ കുറേ നേരം തലോടി ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതിനാണ് ഇവിടെ ഈ പശുക്കിടാങ്ങളെയും കൂടെ ഗോപികമാർ ചേർത്തെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കാര്യം അത് പ്രസവിച്ചിട്ട് 3, 4, 5, 6 ദിവസമായ കിടാങ്ങളൊക്കെയാണ്. അത് കൃഷ്ണനെ കണ്ടിട്ടില്ല കൂടുതലും.
എന്നിട്ട് പോലും കൃഷ്ണന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ കൃഷ്ണന്റെ കാലുകളിൽ നക്കുന്നു, അല്ലെങ്കിൽ കൃഷ്ണന്റെ വേണുഗാനത്തില് അത് മതിമറന്ന് നിൽക്കുന്നു. ഈ ശ്ലോകത്തില് വർണ്ണിക്കാൻ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് ആചാര്യന്മാര് കുറെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നോക്കട്ടെ. നമുക്കത് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ 14-ാമത്തെ ശ്ലോകത്തിൽ പോകും. 14-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് കാട്ടിലെ പക്ഷികളെ കുറിച്ചാണ്. അതും വളരെ മനോഹരമാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ആകാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. പ്രഭു നേരത്തെ പറഞ്ഞില്ല, ഗോവിന്ദൻ ആദ്യം വിളിച്ചത് സുരഭി പശുവാണ് അല്ലെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അമ്മായി ഓഡിബിൾ ഞാൻ എന്ത് മതി മാതാജി, കേൾക്കാൻ പറ്റും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കാമോ? കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞ കേൾക്കാവോ? കേൾക്കാം പ്രഭു. മാതാജി ചോദിച്ചതിന് ഞാൻ യെസ്സാ പറഞ്ഞത്, പിന്നൊന്നും കേട്ടില്ല ഞാൻ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. കേൾക്കാവോ പ്രഭു? കേൾക്കാം. അത് കൃഷ്ണ ബുക്കിലെ 27-ാമത്തെ അധ്യായത്തില് ഇന്ദ്രസ്തുതി ഉണ്ട്. ഇന്ദ്രസ്തുതിയില് അതില് സുരഭി പശു ഭഗവാനോട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഭഗവാൻ ഞങ്ങളുടെ രക്ഷകനാണ്, എന്നെയും എന്റെ പീഡാങ്ങളെ, എന്റെ സന്താനങ്ങളെ രക്ഷിച്ചത് ഭഗവാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഗോവിന്ദാന്ന് അഭിസംബോധന ചെയ്യുന്ന കണ്ടില്ല അതിൻ്റെ അകത്ത്. പക്ഷെ അതിനുശേഷം പറയുന്നുണ്ട്. ഗൗതമീയ തന്ത്രത്തിൽ അത് വർണ്ണിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. ഇതില് അങ്ങനെ ആ ചാപ്റ്ററിൽ കണ്ടില്ല. ഗൗതമീയ തന്ത്രത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് വിളിച്ചത് സുരഭി പശു ആണല്ലേ? അതിനുശേഷമുള്ളതിൽ ഗോവിന്ദൻ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അത് പറഞ്ഞിട്ടില്ലായിരിക്കും. പക്ഷെ ഗൗതമീയ തന്ത്രത്തിൽ വളരെ വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ക്ലാരിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. സുരഭി പശു അഭിസംബോധന ചെയ്യുന്ന പശുവിനെ ഗോവിന്ദ ഗോപാലാണോ? ഗോവിന്ദ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ഉണ്ടോ? നരോത്തം പ്രഭു നിർത്താം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഇന്നലെ എന്റെ പിറന്നാളായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച പറയണായിരുന്നു, ഞങ്ങൾ വിഷ് ചെയ്തേനെ, മറന്നുപോയില്ല. ഇനിയിപ്പോ എന്താ കാര്യം? ഭക്തന്മാരുടെ ആശീർവാദം പ്രാർത്ഥന എപ്പോഴും ആകാം. ഇപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം. പരിധാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ കി ജയ്. ഹരേ കൃഷ്ണ. നമുക്ക് എല്ലാവർക്കും പ്രഭുവിന് വേണ്ടി നമുക്ക് ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം. പ്രണാമം പ്രഭു. താങ്ക് യു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ.